നമ്മുടെ ഹെൽമെറ്റ് ഒന്ന് മറിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് കാക്കകളുടെ സൗണ്ട് കേൾക്കണണ്ട. കാക്ക ചിലപ്പോൾ പണി തരും. എനിക്ക് സംശയമുണ്ട് സീറ്റിലൊക്കെ ഇതാക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ മതിയാ, അല്ലെങ്കിൽ ഉള്ളിലോട്ടൊക്കെ ചിലപ്പോൾ ഇതായാലും പണിയായാലും. പിന്നെ ഉണ്ടല്ലോ നമ്മളിവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു വള്ളം ഇങ്ങനെ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നണേ ഈ കടത്ത് വള്ളം പോലുള്ള പരിപാടി ഉണ്ടാകുന്നൊരു സംശയമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട്, പക്ഷേ ആരും വാങ്ങിക്കാനൊന്നുമില്ല. പാർക്കിംഗ് ഫീസ് വാങ്ങിക്കാനായിട്ടൊരു മനുഷ്യനില്ല ഇവിടെ. പിന്നെ ഇപ്പോൾ ഇത് ഞങ്ങൾ തിരുവോണത്തിൻ്റെ തലേദിവസം ഉത്രാടത്തിൻ്റെ അന്നാണ് വന്നേക്കണം. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. പിന്നെ നോക്കിയാൽ കടവിലൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. ഇവിടെ കിടക്കണ ബോട്ടൊക്കെ എണ്ണം തുരുമ്പിച്ച് കിടക്കണോട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടുത്തെ ബോട്ടും വർക്കിംഗ് കണ്ടീഷനാണെന്ന് പറഞ്ഞത്, പക്ഷേ എനിക്കത് വർക്കിംഗ് ആയിട്ട് തോന്നണം. അപ്പോൾ കോട്ടപ്പുറത്ത് തന്നെ ബോട്ടുകളുണ്ടല്ലോ, അത് നല്ല അടിപൊളി ബോട്ടുകളാണ്. അപ്പോൾ കോട്ടപ്പുറത്ത് നിന്ന് പുഴ വഴി ഇതിലേക്ക് കയറി വരുമെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ നിന്ന് അപ്പുറത്തേക്കും വഴിയുണ്ട്, നേരെ പുഴയിലേക്കല്ലാണ്ട് നമ്മൾ ആലുവ പുഴ വന്ന് ചേർന്ന വഴിയുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടൊക്കെ സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത്